വലിയ പരിശോധന കൂടെയാണോ നിങ്ങൾ പോകുന്നത്? ദൈവം വലിയ വിജയം വെച്ചിട്ടുണ്ട്, വലിയ ജയം ദൈവം വെച്ചിട്ടുണ്ട്. വലിയ കഷ്ടതയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? വലിയ വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ശോധനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം ഏറ്റവും അധികം മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് വരുന്ന ദൂത് അതാണ്. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ കഷ്ടതകളുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ജയിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വലിയ ജയം തരാൻ പോകുകയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ അറുക്കാനുള്ള ആടുകളെ പോലെ എണ്ണപ്പെടുന്നവരാ, പക്ഷെ നിങ്ങൾ ഇതെല്ലാം സമ്പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ്. നിങ്ങൾ കടന്നു പോകുന്ന യാത്രയിൽ പൗലോസ് അനുഭവിച്ചതുപോലെ കപ്പൽ ഛേദങ്ങൾ നിങ്ങൾക്കുണ്ടാകും, പക്ഷെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ദൈവം അത്ഭുതകരമായ വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് കൊണ്ട് കരുതുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നത്തെ സന്ദേശത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഞാൻ ആദ്യം പറയുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വലിയ പരിശോധനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കർത്താവിന്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചോ, ദൈവം നിങ്ങൾക്കൊരു ജയം കരുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-33 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ജയം എൻ്റെ കയ്യിലാണ്. ആമേൻ. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു ഉറപ്പിച്ച സത്യം അവരുടെ ജീവിതത്തിൽ നിറവേറി. വലിയ കഷ്ടതയിലൂടെ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത്ര വലിയ കഷ്ടതകളോടെ അവർ പോയില്ല, അത്ര പരിഹാസങ്ങളിലൂടെ പോയില്ല, ഉപദ്രവങ്ങളിലൂടെ പോയില്ല. പക്ഷേ യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ വലിയ പരിശോധനകൾ കടന്നുപോയി. കയ്യേറ്റം, തടവ്, കാരാഗ്രഹം, മരണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ കൂടെ ഉള്ളവർക്കും അവരിലൊക്കെ സംഭവിക്കുക. പക്ഷേ അവരാരും തളർന്നു പോയില്ല, പരാജയപ്പെട്ടില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് അവരോട് കൂടെ ഇരുന്നപ്പോൾ അവർക്ക് വലിയ ബലമുണ്ടായി. ലോകത്തുള്ളവനേക്കാൾ വലിയവൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. നിങ്ങളെ തളർത്താൻ ഒരുപാട് സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വരും, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. ആമേൻ. എൻ്റെ കൂടെ കർത്താവുണ്ട്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കർത്താവ് കൂടെ ഉണ്ട്. അപ്പോൾ ജയം നമ്മുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. പരിശോധന ദൈവം അനുവദിക്കുന്നതും പരിശോധന പിശാച് ചെയ്യുന്നതുമാണെങ്കിലും വിജയം ദൈവത്തിന്റെ മക്കൾക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ എന്താ പറയുന്നത്, ഒരു നിരായുധനായിട്ടാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അതെ, അവനോട് യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളൊന്നും അവൻ്റെ ഇല്ല. പക്ഷേ ഒരായുധമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റാരും നമ്മുടെ കൂടെ ഇല്ല. ലോകപരമായുള്ള അനുകൂലമായ ജയിക്കാനുള്ള ഘടകങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിലും യേശുവിന്റെ നാമമുണ്ടെങ്കിൽ, സകല നാമത്തിലും മേലായ ജയിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും ജയിച്ച നാമമായ യേശുവിന്റെ നാമം നമുക്ക് അനുകൂലമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ജയമെന്ന് പറയണം. ആമേൻ. ആ പേര് പറയുമ്പോൾ തന്നെ സകല പരാജയപ്പെടുന്ന ശക്തികളും നിങ്ങളെ വിട്ട് മാറിപ്പോകും. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-36-37 വാക്യത്തിൽ പറയുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു ഭാഗത്ത് അറക്കാനുള്ള ആടുകളെ പോലെയാണ് ഞങ്ങളെ എണ്ണുന്നതും ഇടപെടാതെ കൊല്ലുകയാണ്. ഇതൊക്കെയല്ലേ ഇന്ന് സംഭവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പരാജയമാണെന്ന് ചിന്തിക്കേണ്ട, അവർ പരാജയപ്പെടുമെന്ന് ചിന്തിക്കേണ്ട. ഇതിലെല്ലാം സമ്പൂർണ്ണ ജയം, ജയാളികളെക്കാൾ ജയം നിങ്ങൾക്ക് ദൈവം നൽകിത്തരും. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ മുമ്പാകെ അറക്കാനുള്ള ആടുകളെ പോലെ എണ്ണി നീതി നിഷേധിച്ച് അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിച്ച് എന്താ പറയുന്നേ, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമാക്കി ശത്രു എഴുന്നേറ്റാലും പേടിക്കണ്ട. കർത്താവ് പറയുകയാണ്, സകലത്തെയും ജയിക്കുവാൻ കഴിവുള്ള ഞാൻ നിന്റെ കൂടെയുണ്ട്. പൗലോസ് ഇത് അകത്തങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇതിലെല്ലാം ഞാൻ സമ്പൂർണ്ണ ജയം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-8 വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാ. നിങ്ങളെ പോലെയൊന്നും അല്ല, എല്ലാ വിധത്തിലും ഉള്ള കഷ്ടതകളെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണ്, പക്ഷെ നിരാശയില്ല. ഞങ്ങൾക്ക് വീണ് കിടക്കുന്നവരാണ്,
പക്ഷെ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങൾ തളർന്നു പോകുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞങ്ങളിൽ എത്ര മരണം കയറുന്നുണ്ടോ അത്രയും യേശുവിന്റെ ജീവനാണ് ഞങ്ങളിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജയത്തിന്റെ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പരാജയപ്പെട്ടവരല്ല, പരാജയത്തിന്റെ മക്കളുമല്ല നമ്മൾ. പരാജയത്തിന്റെ ശത്രുവിനെ നമ്മൾ ശാസിച്ച് അതിനുമേൽ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകിയ, അല്ലെങ്കിൽ യേശുവിലൂടെ ജയം പ്രാപിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരു ആമേൻ പറഞ്ഞേ. യേശുവിന്റെ ജയം എൻ്റെ കൂടെ ഉണ്ട്. യേശു ക്രൂശിൽ തന്ന ജയം എൻ്റെ കൂടെ ജയമാണ്, എനിക്കുള്ള ജയമാണ്. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ പൗലോസ് ഒരു തടവുള്ളിയെ പോലെ റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യപ്പെടുന്നു. ദീർഘ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കപ്പൽ തകരുന്ന രീതിയിൽ വലിയ കൊടുങ്കാറ്റ്, ഈശാനം മൂലം കൊടുങ്കാറ്റടിക്കുകയാണ്. തകരുമെന്നുള്ള കാര്യം പൗലോസ് നേരത്തെ പറഞ്ഞിരുന്നു. ആ കാര്യം ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുകയാണ്. 275 യാത്രക്കാരുണ്ടായിരുന്ന ആ കപ്പൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അവരെല്ലാം ജീവശവങ്ങളെ പോലെ ആഹാരം എല്ലാം വിട്ടുകളഞ്ഞ് മരണം എപ്പോൾ സംഭവിക്കുമെന്ന് വിചാരിച്ച് അവര് രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയാത്ത അന്തരീക്ഷത്തിനകത്തൂടെ അവർ പോവുകയാണ്. ആ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ എന്ന് പൗലോസോട് പറയുകയാണ്, പൗലോസേ, നീ ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കെ. നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിൽ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അതാണ് പക്ഷെ, കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അപ്പൊ ഈ കപ്പൽ തകർന്നാലോ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അപ്പൊ ഈ എനിക്ക് എന്റെ വഴികളെല്ലാം ഒന്നുമില്ല, നീ ചിന്തിക്കേണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കും. അടുത്ത കേട്ടോണം. ഇത്രയും കാര്യം പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കിക്കോണം, ദൈവം ചെയ്ത കാര്യം കണ്ടോ. ആർക്കാ ജയം? നിലവിൽ അവൻ തടവുപുള്ളിയാ, ചെയ്യാത്ത കുറ്റത്തിന് സുവിശേഷ നിമിത്തം തടവുപുള്ളി ആയിരിക്കുക. മറ്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആളുകളുടെ, കള്ളന്മാരുടെയും പിടിച്ചു പറിക്കാതെയും കൊലപാതകന്മാരുടെ ഒരു കൊള്ളക്കാരനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലെ പൗലോസിനെ കൊണ്ടുപോവുക. പക്ഷേ അവൻ അതിനകത്ത് ജയാളിയായി നിൽക്കുക. അവന്റെ ദൈവം അവനോട് സംസാരിക്കുന്നു, നീ ധൈര്യമായിരിക്കുക, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, ഈ യാത്രക്കാർ നിന്റെ കയ്യിൽ ആണ്. അടുത്ത കേട്ടോ, പൗലോസ് ആ ജനത്തെ വന്ന് ധൈര്യപ്പെടുന്ന വാക്യമാണ് 27-ാം അധ്യായം 22-ാം വാക്യം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചോ? അവൻ പറഞ്ഞത് നടക്കാൻ പോകുന്നു. കപ്പൽ തകർന്നാലും നിങ്ങൾ തകരുകയല്ലെന്നാ പറഞ്ഞത്. ആമേൻ. കപ്പൽ തകർന്നാലും നിങ്ങളുടെ കൂടെയുള്ളവർ തകരുകയല്ല. ലോകം നിങ്ങളുടെ തകർച്ചയാണ് പ്രവചിച്ചതെങ്കിൽ, മറ്റുള്ളവർ അല്ല, നിങ്ങൾ തന്നെ തകർച്ച മുമ്പിൽ കാണുന്നവരാണെങ്കിലും കർത്താവ് ഉറപ്പ് പറയാണ്, കപ്പൽ തകരും, പേടകം തകരും, പക്ഷെ നിങ്ങൾ തകരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ദ്വീപിന്മേൽ മുട്ടി കപ്പൽ വീണാലും നിങ്ങൾ തകരാനും സമ്മതിക്കുക. ആരും മരിച്ചില്ല. കപ്പൽ തകർന്നു, കപ്പലിടിച്ച് തകർന്നായിരുന്നു, ആരും മരിച്ചില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. ഒടുവിൽ പൗലോസ് റോമിൽ കൈസറുടെ മുമ്പിൽ യേശുവിന്റെ സാക്ഷിയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ലോകാവസാനത്തോളം കൂടെയുണ്ട്. നീ ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ, ജയാളിയായ ഞാൻ കൂടെയുണ്ട്. നിങ്ങൾ ജയിക്കും, നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഈ പരിശോധനയും നിങ്ങൾ അതിജീവിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് വിഷയത്തിലാണ് പരാജയത്തിന്റെ ഭീതിയിൽ കൂടെ കടന്നു പോകുന്നത്, കർത്താവ് നിങ്ങൾക്കൊരു ജയം തരും, നിങ്ങൾക്കൊരു സമാധാനം തരും, നിങ്ങളെ ധൈര്യപ്പെടുത്തും. പ്രിയ കർത്താവേ, ലോകത്തെ ജയിച്ചവൻ ഞങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം, യേശുവിന്റെ രക്തം മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട്. ഞങ്ങൾ ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്നവർ ഏത് പരാജയത്തിന്റെ വഴിയിലാണ് നിൽക്കുന്നതെങ്കിലും കർത്താവ് അവർക്കൊരു ജയത്തിന്റെ വഴി, കർത്താവെ, ജയത്തിന്റെ ഒരു പടി ദൈവം അവരെ അങ്ങോട്ട് കയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് ജയമുണ്ടാകട്ടെ, എല്ലാ പരാജയങ്ങളും മാറിപ്പോകട്ടെ. കർത്താവെ, അവരുടെ ജീവിത പടകം തകരുവാനിടയാകാതെ അതൊരു വലിയ മഹത്വ വിഷയമായി തീരട്ടെ. എല്ലാ തകർച്ചകളും, എല്ലാ പരാജയങ്ങളും മാറി അതെല്ലാം വിജയത്തിന്റെ വഴികളായി മാറട്ടെ. എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ലോകത്തെ ജയിച്ചവൻ കൂടെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിരിക്കും, നിങ്ങൾ പരാജയപ്പെടുകയില്ല. എത്ര വലിയ ശക്തികൾ നിങ്ങൾക്കെതിരെ പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചാലും പരാജയപ്പെടുകയില്ല. യേശു കൂടെ ഉണ്ട്. ആമേൻ. ഈ സന്ദേശം കുറച്ചുപേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.